2024 ജൂൺ മാസം ഊഞ്ചാംപാറ കുടിക്ക് സമീപം ചന്ദന റിസർവ് 54-ൽ നിന്ന് ഒരു ചന്ദനമരം നഷ്ടപ്പെട്ടു. ഈ കേസിലാണ് 4 പേർ പിടിയിലായത്. ചന്ദനം മുറിച്ചു കടത്തിയതിൽ ദീപുകുമാറിന് പങ്കുണ്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ഇതോടെ ഇയാൾ ഒളിവിൽ പോയി. പ്രതി കൊടൈക്കനാൽ മലനിരകളിലെ ഏതോ ഗോത്രവർഗ കോളനിയിൽ ഒളിവിൽ കഴിയുന്നതായി RRT സംഘത്തിന് രഹസ്യവിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സാഹസികമായി ദീപുകുമാറിനെ കണ്ടെത്തി. ദീപുകുമാറിനെ മറയൂരിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഇയാളോടൊപ്പം ചന്ദനം മുറിക്കാൻ കൂടുതൽ ആളുകൾ ഉള്ളതായി കണ്ടെത്തി. മുറിച്ച ചന്ദനത്തടികൾ ഊഞ്ചാംപാറയിലെ ഗോപാലനാണ് 5000 രൂപ നൽകി വാങ്ങിയത്. ഗോപാലനെ പിടികൂടിയപ്പോൾ കരിമൂട്ടിക്കുടിയിലെ സുനിലിന് 17000 രൂപയ്ക്ക് ഇത് മറിച്ചു വിറ്റെന്ന് കണ്ടെത്തി. സുനിൽ വിനോദിന് ചന്ദനത്തടികൾ കൈമാറിയിരുന്നു. ഈ മുറിച്ച മരം കുറവേൽക്കുടിയിലെ ഗോപാൽ എന്നയാൾക്ക് ഇവർ വിറ്റുവന്നു. ഗോപാലിൽ നിന്ന് പണം കൈപ്പറ്റി ഈ രണ്ടുപേരും പണം കൈപ്പറ്റുകയും ചെയ്യുന്നുണ്ട്. ഗോപാൽ ഇത് കരിമുട്ടിക്കാരനായ സുനിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് വിറ്റിട്ടുണ്ട്. സുനിൽ അത് ചുരക്കളം കാന്തിപ്പൂർ ചുരക്കളം സ്വദേശിയായ വിനോദിനും ഇത് വിറ്റിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നടന്നിട്ടുള്ളൊരു ചെയിനായിട്ട് നടന്നിട്ടുള്ളൊരു മരമുറി മോഷണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. തുടർന്ന് അന്വേഷണം നടന്നു. പ്രതികളിൽ നിന്നും ചന്ദനം കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പിടികൂടി. വിനോദിൽ നിന്നും ചന്ദനം വാങ്ങിയവരെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. മറയൂരിൽ സമീപകാലത്ത് വനഭൂമിയിൽ നിന്നും സ്വകാര്യ ഭൂമിയിൽ നിന്നും നിരവധി ചന്ദനമരങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. അന്തർ സംസ്ഥാന ചന്ദനക്കടത്തുകാരാണ് മറയൂരിൽ നിന്നും കടത്തുന്ന ചന്ദനം വാങ്ങിവരുന്നതെന്ന് സംശയിക്കുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.